going to study the 11th unit of the course VSOE 148 and the 11th unit, that is in the fourth block of the course, second unit, and the name of the unit is Factors and Forces of Social Mobility. After studying this unit, you should be able to sum up the factors affecting mobility and present the different views on this term factors. Introduction നോക്കുക. Social mobility is one of the most researched areas of social stratification. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഏറ്റവും കൂടുതൽ ഗവേഷണ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിസർച്ച്ഡ് ഏരിയാസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. യു ഹാവ് സോ ഫാർ സീൻ വാട്ട് ഈസ് മീൻ ബൈ മൊബിലിറ്റി ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് മൊബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫറെൻറ്റ് സൊസൈറ്റീസിൽ. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ലുക്ക് അറ്റ് സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ഇൻഫ്ലുവൻസിങ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സോഷ്യൽ മൊബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ ചാപ്റ്ററിൽ നടക്കുന്നത്. Certain things must be borne in mind before we begin this discussion. Firstly, no theory of social mobility talking of factors of social mobility. അപ്പോൾ അതിലൊരു കാര്യം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, നോ തിയറി ഓഫ് സോഷ്യൽ മൊബിലിറ്റി ടോക്കിംഗ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പറയുന്ന ഒരു തിയറിയും ഇല്ല. ദെയർ ഈസ് നോ തിയറി ഓഫ് സോഷ്യൽ മൊബിലിറ്റി. വി ഇംപ്ലിസിറ്റ്ലി ഹാവ് എ തിയറി ഇൻ മൈൻഡ്, can be separated from a theory of stratification or how society is structured more generally. In other words, the study of social mobility cannot be separated from social placement or recruitment. അപ്പോൾ മറ്റൊരു ഭാഷ പറയുകയാണെങ്കിൽ, ഇൻ അതർ വേർഡ്സ്, ദ സ്റ്റഡി ഓഫ് സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം സോഷ്യൽ പ്ലേസ്മെൻറ്റ് ഓർ റിക്രൂട്ട്മെൻറ്റ്. സോഷ്യൽ പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ റിക്രൂട്ട്മെൻറ്റിനോ നിന്നോ മാറ്റി നിർത്തിയിട്ട് ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ സ്റ്റഡി നടത്തുക ബുദ്ധിമുട്ടാണ്. Secondly, while the following discussions will focus on factors affecting social mobility, it must not be regarded as a passive dependent variable. അപ്പോൾ രണ്ടാമത് പറയുന്ന കാര്യം, while the following discussion will focus on factors affecting social mobility. അപ്പോൾ ഈ ലെസണിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മൊബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി റിഗാർഡഡ് ആസ് പാസീവ്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഒരു പാസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഒരു പാസീവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോഷ്യൽ മൊബിലിറ്റി ഓർ ദ ഡിനയൽ ഓഫ് ഇറ്റ് ക്യാൻ ഇറ്റ്സെൽഫ് ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഫോർ സൊസൈറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മോർ സ്പെസിഫിക്കലി. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ആണുള്ളത് ഫോർ സൊസൈറ്റിക്ക് തന്നെ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് കൊടുക്കുന്ന ഒന്നാണ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മോർ സ്പെസിഫിക്കലി. അപ്പോൾ സൊസൈറ്റിക്ക് മാത്രമല്ല സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും ഒരു പ്രധാന സ്ഥലം കൊടുക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ടവേഴ്സ് ദ എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ ദിസ് വിൽ ബി ടച്ച്ഡ് അപ്പോൺ ഇൻ എ ലിറ്റിൽ മോർ ഡീറ്റെയിൽ. ലാസ്റ്റ്ലി ദർ ആർ ഡിഫറൻസസ് എമംഗ് സ്കോളേഴ്സ് ഓൺ വാട്ട് ആർ സീൻ ആസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് social mobility. In this section, we will take a brief look at some of the different ways in which the question of mobility has been dealt with. While it is true that social mobility has existed in all societies, even the most closed societies such as the caste system in India, industrialization, it has been argued has significantly increased the rate of social mobility. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റീസ്, എല്ലാ സൊസൈറ്റിയിലും എക്സിസ്റ്റ് ചെയ്യണ നിലനിൽക്കുന്ന ഒരു വാസ്തവികതയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഈവൻ ദ മോസ്റ്റ് ക്ലോസ്ഡ് സൊസൈറ്റി, ഇനി സൊസൈറ്റി ഏറ്റവും ക്ലോസ്ഡ് ആണെങ്കിൽ തന്നെയും അവിടെയുണ്ട് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ക്ലോസ്ഡ് സൊസൈറ്റീസിന് എക്സാമ്പിളാണ്
പോലെയാണ് ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം ഒക്കെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തും മൊബിലിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, അവിടെ മൊബിലിറ്റി ഒത്തിരി നടപ്പാക്കപ്പെടുന്ന ഒരു ഫാക്ടറാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, ഇറ്റ് ഹാസ് ബീൻ ആർഗ്യൂഡ്, ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ദ റേറ്റ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ഈ സോഷ്യൽ മൊബിലിറ്റിയുടെ റേറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസിക്വൻ്റ്ലി മച്ച് ഓഫ് ദ മൊബിലിറ്റി റിസർച്ച് ഹാസ് ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ മച്ച് ഓഫ് ദ മൊബിലിറ്റി റിസർച്ച്, കൂടുതലും മൊബിലിറ്റി റിസർച്ച് ഫോക്കസ് ചെയ്യുന്നതൊക്കെ ഓൺ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ ഉള്ള സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പഠിക്കാനാണ് റിസർച്ച് കൂടുതലും ഫോക്കസ് ചെയ്യണം. ആൻഡ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മൊബിലിറ്റി ദെയർ, അവിടെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ മൊബിലിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാനാണ് കൂടുതൽ താല്പര്യത കാണിക്കുന്നത്. One of the pioneers in the study of social mobility in the Russian sociologist Sorokin. അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളത് റഷ്യൻ സോഷ്യലിസ്റ്റ് സൊറോക്കിയുമാണ്. അക്കോർഡിംഗ് ടു ഹിം ദർ ആർ സർട്ടൺ പ്രൈമറി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് മൊബിലിറ്റി ഇൻ ഓൾ സൊസൈറ്റീസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദർ ആർ സർട്ടൺ പ്രൈമറി ഫാക്ടേഴ്സ്, ചില പ്രൈമറി ഫാക്ടേഴ്സ് ഉണ്ട് ദാറ്റ് എഫക്റ്റ് മൊബിലിറ്റി ഇൻ ഓൾ സൊസൈറ്റീസ്. അപ്പോൾ എല്ലാ സൊസൈറ്റീസിലും മൊബിലിറ്റിനെ എഫക്റ്റ് ചെയ്യണ കുറച്ച് പ്രൈമറി ഫാക്ടേഴ്സ് ഉണ്ട് ഈ സൊറോക്കിൻ്റെ അഭിപ്രായത്തിൽ. ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ് ദാറ്റ് ആർ സ്പെസിഫിക് ടു പർട്ടിക്കുലർ സൊസൈറ്റീസ് അറ്റ് പർട്ടിക്കുലർ ടൈംസ്. അപ്പം ഈ പ്രൈമറി ഫാക്ടേഴ്സിനെ കൂടാതെ ദർ ആർ സം സെക്കൻഡറി ഫാക്ടേഴ്സ് ഓൾസോ. അതുകൂടാതെ ചില സെക്കൻഡറി ഫാക്ടേഴ്സും ഉണ്ട് ദാറ്റ് ആർ സ്പെസിഫിക് ടു പർട്ടിക്കുലർ സൊസൈറ്റീസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. പ്രത്യേക സമയത്ത് പ്രത്യേക സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ചില സെക്കൻഡറി ഫാക്ടേഴ്സും അതുപോലെ സർട്ടൺ പ്രൈമറി ഫാക്ടേഴ്സും ഈ മൊബിലിറ്റീനെ ഇൻ ഓൾ സൊസൈറ്റീസ്, എല്ലാ സൊസൈറ്റിയിലും മൊബിലിറ്റീനെ എഫക്റ്റ് ചെയ്യണതായിട്ട് നമുക്ക് കാണാം. That is, he has argued that no society can be regarded as completely closed. അപ്പോൾ എല്ലാത്തരം സൊസൈറ്റിയിലും ഈ സോഷ്യൽ മൊബിലിറ്റി കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു സൊസൈറ്റീനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഡിനൈൻ എനി മൊബിലിറ്റി, ഒരു മൊബിലിറ്റിയും കടന്നു വരാത്ത രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയും ഇല്ല. നോർ ക്യാൻ ഇറ്റ് ബി കംപ്ലീറ്റ്ലി ഓപ്പൺ. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് എപ്പോഴും മൊബിലിറ്റിനെ സ്വീകരിക്കുന്ന കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയും ഇല്ല. ആസ് ദർ ആർ ഓൾവേസ് ബാരിയേഴ്സ് ടു മൊബിലിറ്റി. എപ്പോഴും മൊബിലിറ്റിക്ക് ചില തടസ്സങ്ങളും ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയും കംപ്ലീറ്റ്ലി ക്ലോസ്ഡും അല്ല കംപ്ലീറ്റ്ലി ഓപ്പണും അല്ല ഫോർ social mobility. He listed 4 primary factors, namely the demographic factors, the abilities of parents and children, the faulty distribution of individuals in social positions, and most importantly the change of environment. അപ്പോൾ സൊറോക്കിൻ്റെ അഭിപ്രായത്തിൽ മെയിനായിട്ടുള്ള 4 പ്രൈമറി ഫാക്ടേഴ്സിന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ആ പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഡെമോഗ്രഫിക് ഫാക്ടറാണ്. സെക്കൻഡ് ദ എബിലിറ്റീസ് ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ. രണ്ടാമത്തെ ഫാക്ടർ എബിലിറ്റീസ് ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ. തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫോൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സോഷ്യൽ പൊസിഷൻസ്. സോഷ്യൽ പൊസിഷൻസിൽ തെറ്റായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിവിജ്വൽസിനെ കൊണ്ടുള്ള, അതാണ് തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി the last fourth factor is change of the environment. Change of the environment ആണ് fourth factor. അപ്പോൾ according to Sorokin, the most important 4 primary factors of social mobility are demographic factor, the abilities of parents and children, the faulty distribution of individuals in social positions, and most importantly the change of the എൻവയറമെൻറ്റ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട്
പഠിക്കാം. ആദ്യത്തേത് ഡെമോഗ്രാഫിക് ഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ, പ്രൈമറി ഫാക്ടറാണ് ഡെമോഗ്രാഫിക് factor. One factor that affects mobility in all societies is the demographic factor. ഏത് സൊസൈറ്റി ആയാലും ആ സൊസൈറ്റീനെ എപ്പോഴും അവിടുത്തെ മൊബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡെമോഗ്രാഫിക് ഫാക്ടർ. ഡെമോഗ്രാഫിക് ഫാക്ടർ ആ പോപ്പുലേഷൻ സംബന്ധിച്ചിട്ടുള്ള ആ ഫാക്ടർ ഓൾവേസ് എഫക്ട്സ് മൊബിലിറ്റി ഇൻ ഓൾ സൊസൈറ്റീസ്. In general, it has been observed that the birth rate of higher groups is lower than that of lower groups. Even though the death rates of the lower groups are higher, the net reproduction rate is such that there is usually some room at the top for members of lower groups. അപ്പോൾ സൊസൈറ്റിയിൽ എപ്പോഴും ഹയർ ഗ്രൂപ്പ്സ് ഉണ്ട്, ലോവർ ഗ്രൂപ്പ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഹയർ ഗ്രൂപ്പ്സിൽ എപ്പോഴും ജനന നിരക്കും കുറവാണ്, അതുപോലെ മരണനിരക്കും കുറവാണ്. എന്നാൽ ലോവർ ഗ്രൂപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ജനന നിരക്കും റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ അത് കൂടുതലാണ്, അതുപോലെ തന്നെ മരണനിരക്കും അവിടെ കൂടുതലായിട്ട് കാണാം. പെരി ഫോർ എക്സാമ്പിൾ ഫൗണ്ട് ദാറ്റ്, ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇതിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. അതായത് ലോവർ ഗ്രൂപ്പിൽ എപ്പോഴും ജനന നിരക്കും മരണനിരക്കും കൂടുതലാണ്, പക്ഷെ ഹയർ ഗ്രൂപ്പിലാണെങ്കിൽ ജനന നിരക്കും അതുപോലെ തന്നെ മരണനിരക്കും എപ്പോഴും കുറവാണെന്ന്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദിസ് ഈസ് ട്രൂ നോട്ട് ഓൺലി ഇൻ, അപ്പൊ ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം ഈ ജനന നിരക്ക് ഹയർ ഗ്രൂപ്പിൽ കുറവും അതുപോലെ മരണനിരക്കും അവിടെ കുറവ്, അതുപോലെ ലോവർ ഗ്രൂപ്പിൽ മരണനിരക്കും ജനന നിരക്കും രണ്ടും കൂടുതലായിട്ട് കാണാനായിട്ട് ഉള്ള കാരണങ്ങൾ എന്താണെന്നാണ് ഇനി നോക്കുന്നത്. അതുപോലെ തന്നെ സിമിലർലി അലക്സ് ഇംഗിൾസ് ഇൻ ഹിസ് സ്റ്റഡി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ദ സോവിയറ്റ് യൂണിയൻ ഇൻ ദ മിഡിൽ ഓഫ് ദിസ് സെഞ്ചുറി attributes the very high rates of mobility there partially to the loss of lives in the war necessitating a high degree of mobility. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാകാനുള്ള പ്രത്യേക കാരണങ്ങൾ അദ്ദേഹം പറയണത്, ഒന്ന് ഈ വാർ സമയത്ത് കൂടുതൽ ആളുകൾ മരിച്ചു പോവുക, നെസസിറ്റിങ് എ ഹൈ ഡിഗ്രി ഓഫ് മൊബിലിറ്റി. അപ്പോൾ ആ പോയ ആളുകളുടെ സ്ഥലത്തേക്ക് മറ്റുള്ളവരെ ചേർക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഹൈ ഡിഗ്രി ഓഫ് മൊബിലിറ്റി സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ അതർ ഇമ്പോർട്ടൻറ്റ് റീസൺ ഓഫ് കോഴ്സ് ഈസ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതിനൊക്കെ അപ്പുറം വേറെ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വേഗത്തിലുള്ള വ്യവസായവൽക്കരണം, അതും ഒരു സോഷ്യൽ മൊബിലിറ്റിക്ക് ഒരു പ്രത്യേക കാരണമാണ്. ദിസ് ഈസ് ട്രൂ നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് ഹയർ ആൻഡ് ലോവർ ഗ്രൂപ്പ്സ്. അപ്പൊ ഹയർ ലോവർ ഗ്രൂപ്പ്സ് എന്ന് വകഭേദമില്ലാതെ തന്നെ ഇത് രണ്ട് വിഭാഗങ്ങളിലും സോഷ്യൽ മൊബിലിറ്റി കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് ഓൾസോ ഇൻ ടേംസ് ഓഫ് അർബൻ ആൻഡ് റൂറൽ പോപ്പുലേഷൻ, അർബൻ പോപ്പുലേഷൻസിലും റൂറൽ പോപ്പുലേഷൻസിലും. അപ്പോൾ ദ ലേറ്റർ യൂഷ്വലി ഹാവ് ഹയർ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്സ്. അപ്പോൾ റൂറൽ പോപ്പുലേഷനിൽ എപ്പോഴും റീപ്രൊഡക്ഷൻ റേറ്റ്സ് കൂടുതലാണ്. ഡിസ്പൈറ്റ് ദിസ് അർബൻ പോപ്പുലേഷൻ ഹാവ് ബീൻ ഗ്രോയിങ്. പക്ഷേ അർബൻ പോപ്പുലേഷൻ വർദ്ധിക്കാനായിട്ടുള്ള കാരണം ഫോർ റാപ്പിഡ്ലി ദാൻ റൂറൽ വൺസ്. റൂറൽ ഏരിയയെക്കാളും കൂടുതൽ അർബനിലും പോപ്പുലേഷൻ വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ദിസ് ഈസ് ഡ്യൂ ലാർജ്ലി ടു മൈഗ്രേഷൻ റാദർ ദാൻ ഡ്യൂ ടു നാച്ചുറൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഇത് നാച്ചുറൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അല്ല, ഈ അർബൻ പോപ്പുലേഷൻ വർദ്ധനവിന് കാരണം അവിടെ കൂടുതലും ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നതോടൊപ്പം മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. നാട്ടുംപുറങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എവിടെയാണ് വ്യവസായവൽക്കരണം നടക്കുന്നത്, വ്യവസായങ്ങൾ വർദ്ധിക്കുന്നത്, ആ ഭാഗത്തേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്നുണ്ട് ധാരാളം. അങ്ങനെയാണ് അവിടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്. അപ്പോൾ there a concomitant of this has been the emergence of old age homes. അപ്പോൾ ഇതുപോലെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം സോഷ്യൽ മൊബിലിറ്റിക്കും വർധനവുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺകോമിറ്റന്റ്, അതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും അവിടെ ഉദയം ചെയ്യുന്നുണ്ട്. അതായത് ഓൾഡ് ഏജ് ഹോംസ്, പോപ്പുലേഷൻ കൂടുന്നു, അപ്പോൾ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓൾഡ് ഏജ് ഹോംസ്, ഹോസ്പിറ്റൽസ് ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ടെർമിനലി
ill patients, etc. From the mobility angles, this means that new kind of vacancies are created which must then be filled. അപ്പോൾ ഇങ്ങനെയൊക്കെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷനോടൊപ്പം തന്നെ ഓൾഡ് ഏജ് ഹോംസ് വരുന്നു, ഹോസ്പിറ്റൽസ് വരുന്നു, അപ്പോൾ പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അവരെ നോക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ആളുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യാണ്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രം ദ മൊബിലിറ്റി ആംഗിൾ, അപ്പോൾ അങ്ങനെ മൊബിലിറ്റി ആംഗിളിൽ കൂടി നോക്കുമ്പോൾ ദിസ് മീൻസ് ദാറ്റ് ന്യൂ കൈൻഡ് ഓഫ് വാക്കൻസീസ് ആർ ക്രിയേറ്റഡ്. അപ്പോൾ പുതിയ പുതിയ തൊഴിലവസരങ്ങളോടൊപ്പം പുതിയ പുതിയ സ്ഥാപനങ്ങളും ആരംഭിക്കപ്പെടുന്നതോടുകൂടി അവിടെ ആ പുതിയ സ്ഥാപനങ്ങളിൽ വാക്കൻസീസ് ഒരുപാടുണ്ടാകുന്നു. ആ വാക്കൻസിയിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം അങ്ങനെ അവിടെ മൊബിലിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ദാസ് ദ ഡെമോഗ്രാഫിക് ഫാക്ടർ ഡെഫിനറ്റ്ലി ഹാസ് എ ബിയറിംഗ് ഇൻ സോഷ്യൽ mobility, but is itself not a purely biological phenomena, as social factors in general have a bearing on demography. അപ്പോൾ ഡെമോഗ്രഫി ഏറ്റവും വലിയൊരു ഫാക്ടർ തന്നെയാണ് ഈ സോഷ്യൽ മൊബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ ഈ സോഷ്യൽ മൊബിലിറ്റിയിൽ ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ അതൊരു പ്യുവർലി ബയോളജിക്കൽ ഫിനോമിന മാത്രമല്ല, സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ ജനറൽ ഹാവ് ബിയറിംഗ് ഓൺ ഡെമോഗ്രഫി. അവിടെ സോഷ്യൽ ഫാക്ടേഴ്സും ഉണ്ട് ഈ ഡെമോഗ്രഫിയുടെ വർധനവിന്. Mandel and others have, for example, written on how cultural factors such as sun preference have affected population structures. ഇനി ടാലന്റ് ആൻഡ് എബിലിറ്റി അടുത്ത ഫാക്ടറാണ്. ടാലന്റ് ആൻഡ് എബിലിറ്റി ആസ് ഫാക്ടേഴ്സ് മേക്കിംഗ് ഫോർ സോഷ്യൽ മൊബിലിറ്റി ഹാവ് ബിൻ ഡിസ്കസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ഈ ഫാക്ടർ പല രീതിയിൽ പല ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സൊറോക്കിൻ നോട്ട്സ് ദാറ്റ് യൂഷ്വലി എബിലിറ്റീസ് ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഡു നോട്ട് മാച്ച്. സൊറോക്കിൻ പറയണത് എബിലിറ്റീസ് ഓഫ് പാരൻസും ചിൽഡ്രനും അത് ചിലപ്പോൾ രണ്ടു കൂട്ടരുടെ ഒരേപോലെ ആവുന്നില്ല. ആസ്ക്രിപ്റ്റീവ് സൊസൈറ്റീസ്, അത് ആസ്ക്രിപ്റ്റീവ് സൊസൈറ്റിയിൽ എല്ലാം ബൈ ബർത്ത് കിട്ടണില്ല. അച്ഛനുള്ള തൊഴിൽ തന്നെ അല്ലെങ്കിൽ എബിലിറ്റി തന്നെ കുട്ടികൾക്കും അങ്ങനെ ലഭിക്കാറില്ല എപ്പോഴും. ചിൽഡ്രൻ മേ നോട്ട് ഓൾവേസ് ബി ആസ് സ്യൂട്ടഡ് ടു ദെയർ ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ് പൊസിഷൻ ആസ് ദെയർ പാരൻസ്. പാരൻസ് സ്വീകരിച്ച പോലെ ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ് പൊസിഷൻ പലപ്പോഴും സ്വീകരിക്കാൻ കുട്ടികൾ താല്പര്യരാകുന്നില്ല. അവരുടെ കഴിവനുസരിച്ച് വളരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കൂടുതൽ മാറ്റങ്ങളിലേക്ക് വരാനും പുതിയ തലമുറ ആഗ്രഹിക്കാറുണ്ട്. മെനി വേസ് ഇറ്റ് സജസ്റ്റഡ് ബൈ സൊറോക്കിൻ ടു ഗെറ്റ് അറൗണ്ട് ദിസ് പ്രോബ്ലം. Popular pressure may force individuals to vacate position they are unsuited for. അപ്പോൾ ചിലവർ അൺസ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവർ ആ പൊസിഷൻ മാറാൻ ശ്രമിക്കും. അപ്പോൾ അവിടേക്ക് വേറെ ആളുകൾ വരും. The incumbents may themselves preempt this by vacating their positions and so on. Lipset and Bendix state that there are always new supplies of talent which must be absorbed somewhere or the other. അപ്പോൾ ലിപ്സൺ ആൻഡ് ബെൻഡിക്സ് സ്റ്റേറ്റ് ദാറ്റ് ദർ ആർ ഓൾവേസ് ന്യൂ സപ്ലൈസ് ഓഫ് ടാലൻറ്റ്. അപ്പോൾ ഓരോ പ്രാവശ്യവും പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ സപ്ലൈ ചെയ്യണതാണ് ഓരോ വേക്കൻസീസ് വരുമ്പോഴും. അപ്പോൾ അങ്ങനെ ആളുകൾ മാറി വരുമ്പോൾ അവിടെ മൊബിലിറ്റിയും സംഭവിക്കാറുണ്ട്. ഈവൻ ഇൻ സൊസൈറ്റീസ് വിത്ത് ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ് പൊസിഷൻ ദർ വെർ ഓൾവേസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസ് ടു ബി അപ്വേർഡ്ലി മൊബൈൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്ക് ഈവൻ ഇൻ സൊസൈറ്റീസ് വിത്ത് ഇൻഹെറിറ്റഡ് സ്റ്റാറ്റസ് പൊസിഷൻസിൽ ഉള്ള സ്ഥലങ്ങളിൽ ദർ ആർ ഓൾവേസ് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഫോർ ടാലൻറ്റഡ് ഇൻഡിവിജ്വൽ ടു ബി അപ്വേർഡ്ലി മൊബൈൽ. മുകളിലേക്ക് അപ്വേർഡ് മൊബിലിറ്റി സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് ഒത്തിരി ഇൻഡിവിജ്വൽസിന് നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അണ്ടർ ഫ്യൂഡലിസം ഫസ്റ്റ് സ്റ്റേജ് block shows now individuals with military prowess could rise. Similarly, Bergel in his study of social stratification points out that even in the rigidly hierarchical feudal system, there were opportunity for persons of low birth, even from among the bonded, to rise into favor the ministerials. Closer to home, the bestowing of a jaeger was a sign of appreciation for service rendered. Mobility of this kind, അപ്പോൾ ഇതുപോലെ പല സ്ഥാനമാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. Mobility of this kind Turner has called sponsored mobility, contrasted to contest mobility, although these terms were not coined with respect to pre-industrial forms of mobility.
while the absorption of new talent might be regarded as problematic in societies with ascratic status position, even in societies that are regarded open, this may not prove to be easy. That is to say, an achievement-oriented society may not really be as open as it is thought to be. That is to say, an achievement-oriented society, അത് ഒരിക്കലും may not really be as open. എപ്പോഴും ഓപ്പൺ സൊസൈറ്റി ആണ്, അതുകൊണ്ടാണ് അത് അച്ചീവ്മെന്റ് ഓറിയന്റഡ് സൊസൈറ്റി ആകുന്നതെന്ന് പറയുന്നതിനോട് മുഴുവനായിട്ട് യോജിക്കാൻ പറ്റില്ല. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് മേ ബി റെലവൻറ്റ് ടു ബ്രീഫ്ലി മെൻഷൻ ദ functionalist theory of Davis and Morse. In substance, this theory states that position in society are filled on the basis of talent and training of individuals for the different social positions. അപ്പോൾ ഡേവിസ് ആൻഡ് മോൾസിന്റെ അഭിപ്രായത്തിൽ ഓരോ വാക്കൻസീസ് വരുമ്പോഴും അവിടെ ഏറ്റവും ടാലന്റഡ് ആൻഡ് ട്രെയിൻഡ് ഇൻഡിവിജ്വൽസിനെയാണ് കൊണ്ട് ഫില്ല് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ദ മോസ്റ്റ് ഏബിൾ ആർ അറ്റാച്ച് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തിയുള്ള ആളുകൾ, കൂടുതൽ ഏബിൾ പേഴ്സൺസ് വരണം. ബൈ ദ ഡിഫറൻഷ്യൽ റിവാർഡ് അറ്റാച്ച് ടു ദം. അപ്പം അങ്ങനെ ആ സ്ഥാനത്തേക്ക് നല്ല ഏബിൾ ആയിട്ടുള്ള ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള റിവാർഡ്സ് അവിടെ അവർക്ക് കിട്ടണം. ഇൻ ദിസ് വേ സൊസൈറ്റി ഈസ് ഏബിൾ ടു യൂസ് ഇറ്റ്സ് ബെസ്റ്റ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ. അപ്പോൾ കൂടുതൽ ബലമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ ശക്തിയും കഴിവുള്ള ആളുകളെ നിയമിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, റിവാർഡ്സ് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സൊസൈറ്റിക്ക് അവരുടെ ഹ്യൂമൻ റിസോഴ്സ്, ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സിനെ തന്നെ അവിടെ നൽകാനായിട്ട്, സൊസൈറ്റിക്ക് നൽകാനായിട്ട് പറ്റും. ദ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ ഡിവൈസ് ബൈ വിച്ച് സോഷ്യൽ പ്ലേസ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടേക്സ് പ്ലേസ്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ഡിവൈസ് തന്നെയാണ്, ബൈ വിച്ച് സോഷ്യൽ പ്ലേസ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ടേക്സ് പ്ലേസ്. സോഷ്യൽ പ്ലേസ്മെന്റും മോട്ടിവേഷൻസും ഒക്കെ നടക്കാനുള്ള ഒരു വഴി തന്നെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. Now, while this theory has an appeal in terms of neatness and tightness, very fundamental criticism can be and have been leveled against it. In the context of what we are at present discussing, namely the abilities of individuals, critics have pointed out that it is naive to assume that even the open societies, much less the more closed ones, അപ്പോൾ ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വൺസിനേക്കാളും കുറവാണെങ്കിലും അലോക്കേറ്റഡ് ഇൻഡിവിജ്വൽ ടു പൊസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് എബിലിറ്റി. പൊസിഷൻ അനുസരിച്ച്, എബിലിറ്റി അനുസരിച്ച് പൊസിഷൻ ഫില്ല് ചെയ്യുക ഇൻഡിവിജ്വൽസിനെ കൊണ്ട്. പക്ഷെ അതൊക്കെ ഓപ്പൺ സൊസൈറ്റീസ് കുറവായതുകൊണ്ട് ക്ലോസ്ഡിനേക്കാളും അത്ര എളുപ്പത്തിൽ സംഭവമല്ലെന്നാണ് ക്രിറ്റിക്സ് പറയണത്. ക്ലാസ് ഓഫ് ഒറിജിൻ ഇഫ് നോട്ട് ഓവർ ഫോംസ് ഓഫ് ഇൻഇക്വാലിറ്റി സച്ച് ആസ് കാസ്റ്റ് ഓർ റേസ് ബ്രിങ് അബൌട്ട് എ സിറ്റുവേഷൻ വെയർ ദർ ഈസ് എ റീപ്രൊഡക്ഷൻ ഓഫ് ഇൻഇക്വാലിറ്റി ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഈ കാസ്റ്റ്, ക്ലാസ് എന്നൊക്കെയുള്ള ആ സിസ്റ്റം പലപ്പോഴും ഇൻഇക്വാലിറ്റി ഓരോ തലമുറ കഴിഞ്ഞാലും വീണ്ടും ഇൻഇക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് മീൻസ് ദാറ്റ് ഈവൻ ഏബിൾ ഇൻഡിവിജ്വൽസ് ഫ്രം ദ ലെസ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ് വിൽ നോട്ട് ബി ഏബിൾ ടു റൈസ്. വി ക്യാൻ ഓൾസോ മെൻഷൻ ഹിയർ ദ സാറ്റർ ഓൺ ദ റൈസ് ഓഫ് ദ മെട്രിയോക്രസി ബൈ മിക്കേൽ യങ്, വെയർ he effectively debunks the myth that the open societies are really responsible to ടാലൻറ്റ് ആൻഡ് എബിലിറ്റി. അപ്പോൾ ഓപ്പൺ സൊസൈറ്റീസ് ആണ് എപ്പോഴും റെസ്പോൺസീവ് ടു ടാലൻറ്റ് ആൻഡ് എബിലിറ്റി. വേരിയസ് എംപറിക്കൽ സ്റ്റഡീസ് ഓഫ് മൊബിലിറ്റി ഇൻ വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഹാവ് ഓൾസോ ഷോൺ ദാറ്റ് at a large amount of that mobility record is mass mobility, that is mobility across the manual non-manual divide. The class of origin still matters in that the topmost positions and the lowest positions are largely self-recruiting. Therefore, talent as a factor has a limited role in explaining mobility. ഇനി അടുത്തത് എലൈറ്റ് തിയറീസ് ആണ്. ടാലന്റ് ആൻഡ് എബിലിറ്റി ആസ് ദ മെയിൻ റീസൺ ഫോർ വൈ ഇൻഡിവിജ്വൽസ് കം ടു ഓക്കുപൈ സർട്ടൻ പൊസിഷൻ വാസ് ദ ചീഫ് ആർഗ്യുമെന്റ് ഓഫ് വിൽഫ്രെഡോ പെരറ്റോ, വൺ ഓഫ് ദ എലൈറ്റ് തിയറിസ്റ്റ്. അപ്പോൾ എലൈറ്റ് തിയറിസ്റ്റിൽ ഏറ്റവും
പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളാണ് വിൽഫ്രഡോ പെരറ്റോ. അപ്പോൾ അദ്ദേഹം പറയണം ടാലന്റ് ആൻഡ് എബിലിറ്റി ആസ് ദ മെയിൻ റീസൺ ഫോർ why individuals come to occupy certain position was the chief argument. He contended that over time generation lost their innate qualities. അപ്പോൾ എപ്പോഴും കഴിവുള്ളവൻ തന്നെയാണ് മുൻപിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഹി കണ്ടൻറ്റഡ് ദാറ്റ് ഓവർ ടൈം ജനറേഷൻ്റെ ടൈം മുന്നോട്ട് പോകും തോറും ലോസ് ദെയർ ഇന്നേറ്റ് ക്വാളിറ്റീസ്. അപ്പം അവർ എലൈറ്റ് എന്നുള്ള ആ ഇന്നേറ്റ് ക്വാളിറ്റി പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. ഓർ പേഴ്സൺസ് ഫ്രം ലോവർ സ്ട്രാറ്റ മൈറ്റ് എക്സ്പെക്ട് ദോസ് ക്വാളിറ്റീസ് ആൻഡ് ദസ് എ ചേഞ്ച് ഇൻ ദ പേഴ്സണൽ ഓഫ് ദ എലൈറ്റ് വുഡ് ടേക്ക് പ്ലേസ്. അപ്പോൾ എലൈറ്റ് എപ്പോഴും വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കാലാന്തരേണ അവരുടെ കഴിവുകൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ലോവർ സ്റ്റാറ്റയിലുള്ള ആളുകൾ കൂടുതൽ ക്വാളിറ്റീസ് ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെ അവർ ആ സ്ഥാനം നേടിയെടുക്കുകയും ആൻഡ് ദസ് ചേഞ്ച് ഇൻ ദ പേഴ്സണൽ ഓഫ് ദ എലൈറ്റ് വുഡ് ടേക്ക് പ്ലേസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ എലൈറ്റ് ഉപയോഗിച്ചിരുന്ന സ്ഥാനം മറ്റുള്ളവർ ലോവർ ഗ്രൂപ്പിലുള്ള ലോവർ സ്റ്റാറ്റയിലുള്ള വ്യക്തികൾ നേടിയെടുക്കുന്നതായിട്ട് കാണാറുണ്ട്. ഹിസ്റ്ററി ഈസ് ദ ഗ്രാവിയാർഡ് ഓഫ് അരിസ്റ്റോക്രസിസ് ആൻഡ് പെരറ്റോന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി ഈസ് ദ ഗ്രേവിയാർഡ് ഓഫ് അരിസ്റ്റോക്രസിസ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഗ്രേവിയാർഡിനെ കാണിക്കുന്നതാണ് ഹിസ്റ്ററി എന്ന്. അതായത് എന്നും എലൈറ്റുകൾ എന്ന് പറഞ്ഞ കൂട്ടം എപ്പോഴും മുന്നിൽ തന്നെ നിൽക്കില്ല, അവരും നശിച്ച് താഴത്തേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ടെന്ന്. ദിസ് വാസ് ഹിസ് ഫേമസ് തിയറി ഫോർ ദ സർക്കുലേഷൻ ഓഫ് എലൈസ്. ദിസ് സർക്കുലേഷൻ ഇൻ പെരറ്റോസ് തിയറി വാസ് ഓഫ് ടു ടൈപ്സ്. ഇൻ ദ ഫസ്റ്റ്, ടാലന്റഡ് individuals from lower strata enter higher strata. അപ്പോൾ ഈ സർക്കുലേഷൻ ഇൻ പെരറ്റോസ് തിയറിക്ക് രണ്ട് ടൈപ്പാണ് ഇതിനകത്ത് സർക്കുലേഷൻ നടക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടാലന്റഡ് ഇൻഡിവിജ്വൽസ് ഫ്രം ലോവർ സ്റ്റാറ്റ എൻ്റർ ഹയർ സ്റ്റാറ്റ. അപ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള നല്ല ശക്തി ആയിട്ടുള്ള ആളുകൾ വ്യക്തികൾ എല്ലാ സാമർഥ്യവും കഴിവുള്ള വ്യക്തികൾ ലോവർ സ്റ്റാറ്റയിലുണ്ട്, അവർ ഹയർ സ്റ്റാറ്റയിൽ പ്രവേശിക്കുന്നു. At other times when the abilities of higher groups are called into question. അപ്പോൾ ഈ ലോവർ സ്റ്റാറ്റയിലുള്ള ആളുകൾ ഹയർ സ്റ്റാറ്റയിലുള്ള അവരുടെ ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ആ ഹയർ സ്റ്റാറ്റയിലുള്ള ആളുകളുടെ കഴിവിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു. It is likely that groups from lower strata challenges and overthrow the supremacy of such groups. അപ്പോൾ അങ്ങനെ ലോവർ സ്റ്റാറ്റയിലുള്ള ആളുകൾ ഈ ഹയർ ഗ്രൂപ്പിനെ അവരുടെ അധികാരത്തിനെ കീഴടക്കുന്നതായിട്ട് അവർ ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻ അതർ വേർഡ്സ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് മൊബിലിറ്റി ഈസ് പോസിബിൾ. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലും അതുപോലെ തന്നെ ഗ്രൂപ്പ് മൊബിലിറ്റിയും പോസിബിൾ ആണ്. മാക്സ് ഗ്ലുക്ക്മാൻ ഹാസ് റെഫർഡ് ടു ദിസ് ആസ് repetitive change in the context of change in African chiefdom. Of course, it may also happen that such a change does not take place within the confines of a given system but ends in changing the system itself, the structure of position itself. Macquarie Diverger has referred to this as the difference between conflicts within the regime and conflicts over the regime. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാണ്. മാക്യൂറി ഡോർഗ്രാം ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മാക്സ് ക്ലുക്ക്മാൻ referred this as a repetitive change, ഒരു repetitive ചേഞ്ച് ആയിട്ടാണ് ഈ മാറ്റത്തിനെ കാണുന്നത്. ചേഞ്ച് ഇൻ ദ സോഷ്യൽ എൻവയറമെന്റ് ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് സൊറോക്കിൻ ഡീംഡ് റെലവൻറ്റ്, ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ സോഷ്യൽ എൻവയറമെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സൊറോക്കിൻ പറഞ്ഞിരിക്കുന്ന ആ ഫാക്ടേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒന്നാണ് ചേഞ്ച് ഇൻ എൻവയറമെന്റ് എന്നുള്ളത്. സോഷ്യൽ എൻവയറമെന്റ് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ. ഇൻഡയറക്ട്ലി ഇൻ ഫാക്ട് ദിസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഡെമോഗ്രാഫിക് ഫാക്ടർ. അപ്പോൾ എൻവയറമെന്റിലുള്ള ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഡെമോഗ്രാഫിക് ഫാക്ടറിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. അഡ്വാൻസസ് ഇൻ അതായത് പോപ്പുലേഷൻ കൂടുക കുറയുക എന്നൊക്കെയുള്ള ഡെമോഗ്രാഫിക്കലി മാറ്റം ഉണ്ടാകാനായിട്ട് ഈ എൻവയറമെന്റൽ ചേഞ്ചസ് കാരണമാകുന്നുണ്ട്. എൻവയറമെന്റൽ ചേഞ്ചസിൽ ഓരോ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ എല്ലാ ഫീൽഡിലും ചേഞ്ചസ് ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ ചേഞ്ചസ് ഉണ്ടായി കഴിയുമ്പോൾ ആളുകളുടെ മരണനിരക്കുകളൊക്കെ കുറയാൻ തുടങ്ങും. അതായത് അഡ്വാൻസസ് ഇൻ മെഡിസിൻ ലെങ്തനിങ്
ലൈഫ് എക്സ്പെൻസസ് കൂടുതൽ നല്ല മെഡിസിൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ ആളുകളുടെ ആയുസ് കൂടിക്കൊണ്ടുവരും. ആസ് വെൽ ആസ് ദ ടാലൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് മേ അലൗ ദ ഡിസ്കവറി ഓഫ് ടാലൻസ്. അതുപോലെ ഡിസ്കവറി ഓഫ് ടാലൻസ് ഉള്ള സാമർഥ്യമുള്ളവരെ സൃഷ്ടിക്കാനായിട്ട് എഡ്യൂക്കേഷനിൽ അവസരങ്ങൾ നൽകുമ്പോഴും അവിടെ കൂടുതൽ മൊബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സോഷ്യൽ എൻവയറമെന്റ്സ് ആണ്. ഈ സോഷ്യൽ എൻവയറമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരേ ഫാക്ടറായിട്ട് വരാറുണ്ട് ഈ സോഷ്യൽ മൊബിലിറ്റിക്ക്. എ മേജർ ഫാക്ടർ ഫോർ മൊബിലിറ്റി ഈസ് ദ സോഷ്യൽ ചേഞ്ച്. അപ്പോൾ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ എൻവയറമെന്റ് ഒരു മേജർ ഫാക്ടർ ആണെങ്കിൽ അതിൽ മുഖ്യമായിട്ട് വരുന്നത് സോഷ്യൽ ചേഞ്ച് ആണ്. എ മേജർ ഫാക്ടർ ഫോർ മൊബിലിറ്റി ഈസ് ദ സോഷ്യൽ ചേഞ്ച് ഓഫ് വേരിയസ് കൈൻഡ്സ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ്. that is economic, social, political, legal, technological and other have an effect on social mobility. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് സോഷ്യൽ മൊബിലിറ്റിക്ക് കാരണമാകാറുണ്ട്. ദീസ് മാക്രോ പ്രോസസ് ഓഫ് ചേഞ്ച് വിച്ച് എഫക്ട് നോട്ട് ഓൺലി മൊബിലിറ്റി. അപ്പോൾ ഈ മാക്രോ പ്രോസസ് ഓഫ് ചേഞ്ച്, സോഷ്യൽ ചേഞ്ച് എന്നുള്ള ആ പ്രോസസ്സ് വിച്ച് എഫക്ട് നോട്ട് ഓൺലി മൊബിലിറ്റി, അത് മൊബിലിറ്റിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, ബട്ട് അതർ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി ആസ് വെൽ. സൊസൈറ്റിയുടെ മറ്റ് ആസ്പെക്ട്സുകളെയും എഫക്ട് ചെയ്യാറുണ്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ചേഞ്ച് ദാറ്റ് ഹാവ് ബീൻ unidentified by sociologists as having an impact on social mobility is industrialization. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് അതിൽ ഒരു പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കുന്നത്. അത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇമ്പാക്റ്റ് മൂലം ഉണ്ടാകുന്ന സോഷ്യൽ മൊബിലിറ്റി. ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൊബിലിറ്റി, much of the theorizing on mobility has been concerned with the relationship of industrialization with the social mobility. One of the leading arguments in this field associated with Lipset and Bendix is that industrialization leads to an increase in mobility over pre-industrial race, and that once all societies have reached a certain level of industrialization, there is a similarity in their rates of social mobility. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു അവസ്ഥ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ആ ചേഞ്ചസ് കൊണ്ടുവരുന്നത് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ റേറ്റ്സ് ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് വൺസ് അറ്റ് ഓൾ സൊസൈറ്റീസ് ഹാവ് റീച്ച്ഡ് എ സർട്ടൻ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ദെയർ ഈസ് എ സിമിലാരിറ്റി ഇൻ ദ റേറ്റ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ പല സൊസൈറ്റിയിലും ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ആ റേറ്റ്സ് there is a similarity of social mobility. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കുന്നതിൽ ഒരു സിമിലാരിറ്റി ഉണ്ടാകുമെന്ന്. എ ഡിഫറെൻറ്റ് ബട്ട് റിലേറ്റഡ് thesis is convergence thesis, which has been propounded by Kerr and others, that all industrial societies towards a common pattern of mobility among other things, like overall patterns of stratification. Now let us discuss the first theory of Lipset and Bendix. In a famous comparative study of a number of European countries and the USA, they sought to test two main hypotheses. അപ്പോൾ ലെപ്സെറ്റ് ആൻഡ് ബെൻഡിക്സ് അവർ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി യൂറോപ്യൻ കൺട്രീസും അതുപോലെ USA തമ്മിൽ. ദേ സോട്ട് ടു ടെസ്റ്റ് ടു മെയിൻ ഹൈപ്പോത്തസിസ്. രണ്ട് മെയിൻ ഹൈപ്പോത്തസിസ് ആണ് ഇവരിവിടെ ടെസ്റ്റ് ചെയ്തത്. ഫസ്റ്റ്, ദാറ്റ് വൺസ് ഓൾ സൊസൈറ്റീസ് ഹാവ് റീച്ച്ഡ് എ സർട്ടൻ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ എല്ലാ സൊസൈറ്റിയും ഒരു ലെവൽ ഇൻഡസ്ട്രിയലൈസേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ദ എക്സ്പീരിയൻസ് ഹയർ റേറ്റ്സ് ഓഫ് മൊബിലിറ്റി ദാൻ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു അതിനേക്കാളും ഹയർ റേറ്റ്സ് ഓഫ് മൊബിലിറ്റി ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാൻ പറ്റുമെന്നാണ് ഒരു കാര്യം പറഞ്ഞത്. ഇനി സെക്കൻഡ്, ദ കോമൺ perception that the USA offers significantly greater opportunities for mobility than the countries of Europe. അപ്പോൾ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോമൺ പെർസെപ്ഷൻ ദാറ്റ് ദ USA offers significantly greater opportunities for mobility than countries of Europe. അപ്പോൾ USA offers significantly greater opportunities ആണ് for mobility than the countries of Europe. യൂറോപ്പിനേക്കാളും USA ഓഫർ ചെയ്യുന്നത് കൂടുതൽ മൊബിലിറ്റി ഓഫർ ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് പറയുന്നത്. Their data confirmed the first hypothesis
ബട്ട് നോട്ട് ദ സെക്കൻഡ്. അപ്പോൾ ഇവരുടെ ഈ രണ്ട് ഹൈപ്പോത്തിസിസ് ആണ് ഇവർ യൂസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് തെളിയിക്കപ്പെട്ടത്. ലിപ്സെറ്റ് ആൻഡ് ബെൻഡിക്സ് ലിസ്റ്റ് 5 മെയിൻ പോയിന്റ്സ് ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അപ്പോൾ ലിപ്സെറ്റും ബെൻഡിക്സും ലീസ്റ്റ് 5 മെയിൻ പോയിന്റ്സ്, 5 പ്രധാനപ്പെട്ട പോയിന്റ്സ് അവർ നൽകേണ്ടായിരുന്നു. ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവർ ഈ ലിപ്സെറ്റ് ആൻഡ് ബെൻഡിക്സ് കൂട്ടിച്ചേർത്ത്. അതിൽ ഫസ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് അവൈലബിൾ വാക്കൻസീസ്. രണ്ടാമത്തെ, ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഫെർട്ടിലിറ്റി. തേർഡ്, ചേഞ്ചസ് ഇൻ ദ റാങ്ക് അക്കോർഡിംഗ് ടു occupations, change in the number of inheritable status position, and change in legal restrictions pertaining to potential opportunities. അപ്പോൾ സം ഓഫ് ദീസ് സച്ച് ആസ് ദ ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഫെർട്ടിലിറ്റി, അത് നമ്മൾ ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്തത് അവൈലബിൾ വേക്കൻസീസ്, അതെന്താണെന്ന് നോക്കുക. ഇറ്റ് ഈസ് കോമൺലി അഗ്രീഡ് ദാറ്റ് വിത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ദർ ഈസ് എ ഷിഫ്റ്റ് ഇൻ ദ ഒക്കപ്പേഷണൽ സ്ട്രക്ചർ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനോടുകൂടി ഒരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ് തൊഴിലിൽ, അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക്, ആൻഡ് ലേറ്റർ ഓൺ ദ സർവീസസ്, അതിനുശേഷം സർവീസിലേക്കും. അപ്പോൾ with the shift to industry there is a sudden sprout in economic activity. അപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എക്കണോമിക്കിലും ഒരു പ്രത്യേക വർധനവ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പൊസിഷൻ അവൈലബിൾ ഇൻ സൊസൈറ്റി. അതുപോലെ സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസിൻ്റെ നമ്പറും കൂടിക്കൊണ്ടുവരും. അപ്പോൾ ദിസ് ഹാസ് ബീൻ വെൽ ഡോക്യുമെൻറ്റഡ് ഇൻ ന്യൂമറസ് കേസസ്. അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഇത് കാണാൻ പറ്റും. മാറ്റം കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട്, എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാകും. അതനുസരിച്ച് പുതിയ ജോലി സാധ്യതകൾ വരണം. അപ്പോൾ ആ ജോലി സാധ്യതകളുള്ള ആ പോസ്റ്റുകൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ദ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ടു സിറ്റീസ് ഫ്രം റൂറൽ ഏരിയാസ് ഇൻ ഓർഡർ ടു വർക്ക് അറ്റ് ദ ന്യൂ ഫാക്ടറി ജോബ് ഈസ് വൺ ഫോം ഓഫ് ദ മൊബിലിറ്റി. അപ്പോൾ മൊബിലിറ്റി എന്താണത്? അപ്പോൾ ഈ വ്യവസായവൽക്കരണത്തോടുകൂടി വ്യവസായങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോഴേക്കും അവിടെ ഫാക്ടറികളിൽ ജോലിക്കാരെ ആവശ്യം വരും. അപ്പോൾ ജോലി അന്വേഷിച്ച് റൂറൽ ഏരിയയിൽ നിന്ന് എവിടെയാണ് ഫാക്ടറി ഉള്ള ആ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് ആളുകൾ കൂടും. അപ്പോൾ അങ്ങനെ ദർ ഈസ് വൺ ഫോം ഓഫ് മൊബിലിറ്റി ഈസ് ഹാപ്പനിങ് ദർ. ദിസ് ഹാസ് ബോത്ത് ജിയോഗ്രഫിക്കൽ ആസ്പെക്ട്സ് ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആസ്പെക്ട്, ആൻഡ് യൂഷ്വലി സിറ്റി ജോബ്സ് ആർ റാങ്ക്ഡ് ഹയർ ഇൻ പ്രസ്റ്റീജ് ഹൈറാർക്കീസ് ദാൻ റൂറൽ വൺസ്. അപ്പോൾ ഇത് ഇവിടെ ജിയോഗ്രഫിക്കൽ ആസ്പെക്ട്സ് അനുസരിച്ച്, വെർട്ടിക്കൽ ആസ്പെക്ട്സ് അനുസരിച്ചൊക്കെ നമുക്ക് ഈ കാര്യം പറയാം. പിന്നെ അതുകൂടാതെ തന്നെ സിറ്റി ജോബിനാണ് ആളുകൾ കൂടുതൽ റൂറൽ ജോബിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു മൊബിലിറ്റി എളുപ്പത്തിൽ സംഭവ്യമാണ്. അതർ എക്സാമ്പിൾസ് ക്യാൻ ഓൾസോ ബി സൈറ്റഡ്. ന്യൂ വൈറ്റ് കോളർ പൊസിഷൻസ് ഓൾസോ കം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇനി വേറെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വലിയ പൊസിഷൻസും വൈറ്റ് കോളർ പൊസിഷൻസും വ്യവസായ സ്ഥാപനങ്ങളിൽ മാനേജർ പോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള തൊഴിലവസരങ്ങളും കിട്ടും. ആസ് ഫോർ എക്സാമ്പിൾ ഇൻ കമ്പ്യൂട്ടർ പ്രൊഫഷൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻ. ഓൾ ഓഫ് ദീസ് റിസൾട്ട് ഇൻ ദ എക്സ്പാൻഷൻ ഇൻ ദ നമ്പർ ഓഫ് അവൈലബിൾ വാക്കൻസീസ്. അപ്പം അങ്ങനെ അവൈലബിൾ വാക്കൻസീസ് അനുസരിച്ച് ഒത്തിരി എക്സ്പാൻഷൻസും വരും. ഇൻ ദിസ് വേ ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആക്ട്സ് ആസ് എ മേജർ ഫാക്ടർ ജനറേറ്റിംഗ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഡസ്ട്രിയലൈസേഷൻ അപ്പോൾ ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഏജന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലീഗൽ റെസ്ട്രിക്ഷൻസ്. ചേഞ്ചസ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് ക്യാൻ ഓൾസോ ബി ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് സോഴ്സാണ് ചേഞ്ചസ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ framework. The traditional caste order in India assigned individuals to tradition occupations, and certain occupations such as the learned occupations were legally or
കസ്റ്റമർലി ഫോർബിഡൻ ടു പീപ്പിൾ ഓഫ് ലോ ബർത്ത്. അപ്പം കാസ്റ്റ് സിസ്റ്റത്തിൽ ഓരോ കാസ്റ്റിനും ഓരോ ജോലിയിൽ നിന്ന് കൊടുത്തിരുന്നു. പക്ഷെ ചില ജോലിയിൽ ചില ആളുകൾക്ക് അവിടെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. ദ ഡെമോക്രറ്റൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഓൾ സിറ്റിസൺസ് ഹാവ് ഈക്വൽ റൈറ്റ്സ് അണ്ടർ ദ ലോ റിമൂവ്ഡ് ബാരിയേഴ്സ് ടു സോഷ്യൽ മൊബിലിറ്റി. പക്ഷേ ജനാധിപത്യം സ്വീകരിക്കപ്പെട്ടപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ജനാധിപത്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സിറ്റിസൺസിനും ഒരേ അവകാശങ്ങളും ഈക്വൽ റൈറ്റ്സ് ആയി നിയമത്തിന് മുന്നിൽ. അപ്പം ഇതുപോലെയുള്ള സോഷ്യൽ മൊബിലിറ്റിക്കുള്ള അവരുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ലഭിച്ചു. അറ്റ് ദ സെയിം ടൈം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷേഴ്സ് സച്ച് ആസ് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, പഞ്ചായത്ത് രാജ് എക്സെട്ര enabled persons hitherto denied political rights to enter into the political arena. Anand Chakravarti's study of village Devasyar in Rajasthan shows how change in the wider political system were used for social mobility. അപ്പോൾ ഇതുപോലെയുള്ള പല എക്സാമ്പിൾസും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ലീഗലായിട്ടും അതുപോലെ പുതിയ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും അവിടെ സോഷ്യൽ മൊബിലിറ്റിക്ക് കൂടുതൽ വേഗത ഉണ്ടായി. റാങ്ക് ആൻഡ് പൊസിഷൻ. മൊബിലിറ്റി ക്യാൻ ഓൾസോ ഒക്കർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ആൻ ഇൻഡിവിജ്വൽ പൊസിഷൻ. ഇനി ഇൻഡിവിജ്വൽ പൊസിഷന് വ്യത്യാസം ഇല്ലാണ്ട് തന്നെ മൊബിലിറ്റി സംഭവിക്കാമെന്ന്. ഇഫ് ദ റാങ്കിങ് ഓഫ് പൊസിഷൻ ചേഞ്ചസ്. റാങ്കിങ് ഓഫ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇൻ ദ USA, one study shows that government positions have enhanced their prestige in the 50s compared to the 20s. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, USA ഒരു സ്റ്റഡിയിൽ നിന്ന് വ്യക്തമാക്കിയത് ഗവൺമെൻറ് പൊസിഷൻസ് ഹാവ് എൻഹാൻസ്ഡ് ദെയർ പ്രസ്റ്റീജ്. ഗവൺമെൻറ് പൊസിഷൻസിലുള്ള ആളുകൾക്ക് അവരുടെ പ്രസ്റ്റീജ് വർദ്ധിപ്പിക്കാനായിട്ടൊരു അവസരം 50s ആകുമ്പോഴേക്കും 20siലുള്ളതിനേക്കാളും 50siലാകുമ്പോൾ അവർക്ക് ആ അവസരം ലഭിക്കുന്നു. അപ്പോൾ അവിടെ വേറെ അറ്റംപ്റ്റ് ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി ആ ഏജ് ആകുമ്പോൾ അവർക്ക് അവരുടെ ആ പൊസിഷനിൽ ഒരു ചേഞ്ച് വരുന്നു, അവർക്കൊരു സ്ഥാനം കൂടുതലായിട്ടുള്ള ഒരു പ്രസ്റ്റീജ് ലഭിക്കുന്നു. ദെയർഫോർ ഗവൺമെൻറ് സർവൻസ് ഹാവ് എക്സ്പീരിയൻസ് അപ്വേർഡ് മൊബിലിറ്റി വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ജോബ്സ്. അപ്പോൾ ഒരേ ജോബിൽ തന്നെ ഇരുന്ന്, ജോബ് മാറണമെന്നില്ല, അവിടെ തന്നെ ഇരുന്നിട്ട് കാലങ്ങൾക്ക് ശേഷം അവർക്ക് അങ്ങനെ ഗവൺമെൻറ് സർവീസിന് അപ്വേർഡ് മൊബിലിറ്റി അനുഭവിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ദിസ് കുഡ് ഓഫ് കോഴ്സ് ലീഡ് ടു ഡൗൺവേർഡ് മൊബിലിറ്റി ആസ് വെൽ. അതുപോലെ തന്നെ പലപ്പോഴും ഡൗൺവേർഡ് മൊബിലിറ്റി അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഡ്യൂ ടു റീറാങ്കിങ് സം ഒക്കപ്പേഷൻ. ചില ഒക്കപ്പേഷൻസ് റീറാങ്ക് ചെയ്യും. വുഡ് കം ടു ബി ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സൊസൈറ്റി ആൻഡ് എക്കണോമി ദാൻ ഫോർമലി. നേരത്തെ ഉള്ളതിനേക്കാളും സൊസൈറ്റിക്കോ എക്കണോമിക്കോ ഉപകാരമില്ലാത്തത്, അത് അത്ര ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ ആ പോസ്റ്റുകൾ തരം താഴ്ത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് സാധ്യതയുണ്ട്. ദസ് ദോസ് ഒക്കപ്പൈങ് ദോസ് പൊസിഷൻസ് വുഡ് ബി ഡിമോട്ടഡ്. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും തരം താഴ്ത്തപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തരം താഴ്ത്തപ്പെടുമ്പോൾ അവിടെ കാണുന്നത് ഡൗൺവേർഡ് മൊബിലിറ്റിയാണ്. അപ്പോൾ അപ്വേർഡ് മൊബിലിറ്റിയും സംഭവിക്കുകയാണ്, അതുപോലെ തന്നെ ഡൗൺവേർഡ് മൊബിലിറ്റി അവിടെ സംഭവിക്കുന്നുണ്ട്. ദ കൺവെർജൻസ് ഓഫ് ഹൈപ്പോത്തിസിസ്. എ വെൽ നോൺ ആൻഡ് മച്ച് ഡിബേറ്റഡ് ഹൈപ്പോത്തിസിസ് റിഗാർഡിംഗ് ദ റിലേഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ദ കൺവെർജൻസ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ കൺവെർജൻറ്റ് ഹൈപ്പോത്തിസിസ് ആണ് ഈ ഇൻഡസ്ട്രിയലൈസേഷനും സ്ട്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന മറ്റൊരു ഹൈപ്പോത്തിസിസ്. ദിസ് വാസ് മോസ്റ്റ് ക്ലിയർലി ആർട്ടിക്കുലേറ്റഡ് ബൈ കെർ ആൻഡ് അതേഴ്സ്. കെർ ആൻഡ് അതേഴ്സ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ കൂടുതൽ ക്ലിയർ ആക്കിയത്. Others who stated that in today's world, the fact of industrialization was a common denominator which would impel all industrial societies towards a common future society, which they called a pluralistic industrialist society. അപ്പോൾ ഒരു പ്ലൂറലിസ്റ്റിക് ഇൻഡസ്ട്രിയലിസ്റ്റിക് സൊസൈറ്റിയിലേക്കുള്ള ആ വഴിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാറുള്ളതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളത്. ആ ഇൻഡസ്ട്രിയലൈസേഷന്
നോക്കിയിട്ട് അതിൻ്റെ തോതനുസരിച്ചിട്ട് സൊസൈറ്റിയുടെ മൊബിലിറ്റിയും വികാസവും ഒക്കെ അതിന് അനുസരിച്ചിട്ട് നിർണ്ണയിക്കുക. These societies would have common pattern of stratification as well as common patterns of mobility. Mobility would be high as the demands of industrialization would necessitate the free and easy mobility of persons from one position to another. This was a functionalist argument in one sense. They also implied that there would be a continuous increase in mobility rates over time. There is a superficial similarity between the argument of Kerr and that of the Lipset and Bendix. But in fact, the latter's argument, as already discussed, simply states that after a certain level of industrialization, there is a rise in mobility rates. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ മൊബിലിറ്റി റേറ്റ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. എ കണ്ടിന്യൂസ് ഇൻക്രീസ് ഈസ് നോട്ട് പ്രഡിക്റ്റഡ്. എന്നാൽ ഒരു കണ്ടിന്യൂസ് ഇൻക്രീസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നോർ ഓൾസോ എ കൺവെർജൻസ്. വി മേ ഓൾസോ നോട്ട് here that Sorokin did not predict either a continuous increase in mobility rates over time, nor did he predict a fall. He in fact believed that industrialized societies are not completely open, nor are pre-industrial ones completely ക്ലോസ്ഡ്. ഇപ്പോൾ ഒരു സൊറോക്കിൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണെന്നും പറയാൻ പറ്റില്ല. അതുപോലെ പ്രീ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണെന്നും പറയാൻ പറ്റില്ല. ഇഫ് അറ്റ് ഓൾ ഹി ഹെൽഡ് ടു എ സൈക്ലിക്കൽ വ്യൂ ഓഫ് ദ റേറ്റ്സ് ഓഫ് മൊബിലിറ്റി. ഇവിടെ ഒരു സൈക്ലിക്കൽ വ്യൂ ഓഫ് ദ റേറ്റ്സ് ഓഫ് മൊബിലിറ്റി വിച്ച് വുഡ് റൈസ് ആൻഡ് ഫോൾ. അപ്പോൾ ഇവിടെ മൊബിലിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതൊരു സൈക്ലിക്കൽ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഡൗൺവേർഡ് മൊബിലിറ്റി. സോ ഫാർ വി ഹാവ് ഓൾറെഡി ബീൻ ലുക്കിംഗ് എ ഹൗ വേരിയസ് കൈൻഡ്സ് ഓഫ് ചേഞ്ചസ് ഹാവ് എനേബിൾഡ് people to become upwardly mobile, however this is defined. The same argument has another side as well. Just as industrialization is seen as increased rates of upward mobility. അപ്പോൾ എപ്പോഴും അപ്വേർഡ് മൊബിലിറ്റി മാത്രമല്ല ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാക്കുന്നത്, പലപ്പോഴും ഡൗൺവേർഡ് മൊബിലിറ്റിക്കും ഇത് കാരണമാകാറുണ്ടെന്നാണ് പറയുന്നത്. Downward mobility can occur because certain occupations have lost in prestige through a re-ranking position. Re-ranking positionൽ ചില ഒക്കുപ്പേഷൻസിന് അതിൻ്റെ വാല്യൂ കുറഞ്ഞതായിട്ട് തോന്നുമ്പോൾ അവിടെ ഡീഗ്രേഡേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദസ് ദെയർ ഒക്കുപ്പൻസ് ഹാവ് മൂവ്ഡ് ഡൗൺ. അപ്പോൾ അവരുടെ ഒക്കുപ്പൻസ് താഴേക്ക് പോകുന്നതായിട്ട് കാണാം. പ്രാധാന്യമില്ലാത്തതിനെ ചെറുതാക്കും. അപ്പോൾ അവരുടെ അവസരങ്ങളും അവർക്കുള്ള നൽകുന്ന വേതനമൊക്കെ ചെറുതാക്കി വരുമ്പോൾ അവിടെ ഡൗൺവേർഡ് ആ പൊസിഷനിലിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് ഒരു ഡൗൺവേർഡ് മൊബിലിറ്റിയാണ്. ഇനി നമ്പർ ഓഫ് കേസസ് ഹവർ ഇറ്റ് മേ നോട്ട് മിയർലി ബി എ കേസസ് ഓഫ് ഡിമോഷൻ ബട്ട് റാദർ ദാറ്റ് ദോസ് വെരി പൊസിഷൻ സീസ് ടു എക്സിസ്റ്റ്. ഇനി പലപ്പോഴും ഇതൊരു ഡിമോഷൻ മാത്രമല്ല, തരം താഴ്ത്തൽ മാത്രമല്ല, ചിലപ്പോൾ ആ പോസ്റ്റ് തന്നെ ഇല്ലാതെയാവും. അപ്പോൾ ആ പോസ്റ്റ് തന്നെ അവിടെ നിർത്തിക്കളയും. അപ്പോൾ ഒരു തൊഴിലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കും വരാറുണ്ട്. അപ്പോൾ സോ ദിസ് വുഡ് ബി എ കേസ് ഓഫ് സ്ട്രക്ചറൽ മൊബിലിറ്റി. അപ്പോൾ ഇതൊരു സ്ട്രക്ചറൽ ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് കാരണമാകാറുണ്ട്, റാദർ ദാൻ സർക്കുലേഷൻ ഡൗൺവേർഡ് മൊബിലിറ്റി. സച്ച് ടേംസ് ക്യാൻ ബി യൂസ്ഡ്. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കമ്മിങ് ഓഫ് പോളിയസ്റ്റർ ആൻഡ് അതർ സിന്തറ്റിക് ഫാബ്രിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സിന്തറ്റിക് ഫാബ്രിക്സ്, പോളിയസ്റ്റർ അതുപോലെയുള്ള സിന്തറ്റിക് ഫാബ്രിക്സ് ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ ഹാസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദ ഡിമാൻഡ് ഫോർ കോട്ടൺ. അവിടെ കോട്ടൻ്റെ ഡിമാൻഡ് അങ്ങ് കുറഞ്ഞ് വസ്ത്രങ്ങളിൽ. കപ്പിൾഡ് വിത്ത് എ ഫോൾ ഇൻ ഗ്ലോബൽ ഡിമാൻഡ് ഫോർ ഇന്ത്യൻ ഷോർട്ട് സ്റ്റാമ്പിൾ കോട്ടൺ, മെനി കോട്ടൺ ഫാമേഴ്സ് ഇൻ ഇന്ത്യ ഹാവ് ഹാഡ് ടു ഫേസ് റൂയിൻ. അപ്പോൾ ഈ ഇന്ത്യൻ കോട്ടൺ വസ്ത്രങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ അത് നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പലപ്പോഴും ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഉൽപാദനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് അവർ നശിച്ചു പോകുന്ന ഒരവസ്ഥ വന്നുകൂടി. സം ഹാവ് ടേൺ ടു അതർ ക്രോപ്സ്. ചിലവർ വേറെ കൃഷിയിലേക്ക് തിരിഞ്ഞ്, അതേഴ്സ് ടു അതർ ഒക്കുപ്പേഷൻസ്. ചിലവർ വേറെ തൊഴിൽ നോക്കി. ആൻഡ് സം ഹാവ് ഈവൻ കമ്മിറ്റഡ് സൂയിസൈഡ്. ചിലവർ സൂയിസൈഡ് ചെയ്യുന്നതായിട്ടും കാണാം ഉപജീവന മാർഗത്തിന്
വഴിയില്ലാതെ സൂയിസൈഡ് ചെയ്തതായിട്ടും കാണാം. അപ്പം അങ്ങനെ ഒരു തൊഴിലിൻ്റെ ഒരു കാരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അവിടെ ഒരു ഡൗൺവേർഡ് മൊബിലിറ്റിയാണ് സംഭവിക്കുന്നത്. വിത്തിൻ ദ കമ്മിങ് ഓഫ് മോഡേൺ ഹൗസ് ഹോൾഡ് ഗാഡ്ജറ്റ്സ് ഫോർ എക്സാമ്പിൾ ട്രഡീഷണൽ ഒക്കupation സച്ച് ആസ് ദ വാഷിംഗ് ഓഫ് ക്ലോത്ത്സ് ക്യാൻ നോ ലോങ്ങർ എംപ്ലോയ് സോ മെനി പീപ്പിൾസ്. അത് മറ്റൊരു എക്സാമ്പിളാണ് ഡൗൺവേർഡ് മൊബിലിറ്റിയുടെ. ഇനി അടുത്തത് ബരിയേഴ്സ് ടു മൊബിലിറ്റിക്ക് തടസ്സങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന്. ബരിയേഴ്സ്, അനദർ ആസ്പെക്ട് ദാറ്റ് ഈസ് ഓഫൺ ഇഗ്നോർഡ് ബൈ ദ പ്രൊപ്പോണൻസ് ഓഫ് ദ വ്യൂ ദാറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊവൈഡ്സ് അവന്യൂസ് ഓഫ് അപ്വേർഡ് മൊബിലിറ്റി ആർ ദ ബരിയേഴ്സ് ടു മൊബിലിറ്റി. ഇൻഡസ്ട്രിയലൈസേഷൻ എപ്പോഴും മൊബിലിറ്റിക്ക് സാധ്യത, അപ്വേർഡ് മൊബിലിറ്റിക്ക് സാധ്യത കൂട്ടുക മാത്രമല്ല പലപ്പോഴും തടസ്സങ്ങളും ഉണ്ടാക്കാറുണ്ടെന്ന്. വി ഹാവ് ഓൾറെഡി മെൻഷൻ ഡ്യൂറിംഗ് ദ ഡിസ്കഷൻ ഓൺ ടാലന്റ് ആസ് എ ഫാക്ടർ ഓഫ് മൊബിലിറ്റി ദാറ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആർ നോട്ട് ആസ് ഓപ്പൺ ആസ് ദേ ആർ മെയ്ഡ് ഔട്ട് ടു ബി. അപ്പോൾ എപ്പോഴും ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഓപ്പൺ സൊസൈറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പങ്ങളും ഉണ്ടാകാം. സം റൈറ്റേഴ്സ്, അവിടെ ഉണ്ടാകുന്ന ആ മൊബിലിറ്റി, അത് മൊബിലിറ്റിക്ക് പല തടസ്സങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. സം റൈറ്റേഴ്സ് സജസ്റ്റഡ് ദാറ്റ് ടുഡേ ദ സിസ്റ്റമാറ്റിക് ക്ലാസ് ഇൻഇക്വാലിറ്റീസ് ഹാവ് ഗിവൻ വേ ടു കേസ് inequalities. There is also the view that capitalist societies are no longer as inegalitarian as Marx had predicted. They would become, and that there is a reduction in inequalities. മാർക്സ് പറയണ പോലെ എപ്പോഴും സൊസൈറ്റിയിൽ ഈ അസമത്വം ഒരേ ലെവലിൽ തന്നെ നിൽക്കില്ല. മാർക്സ് ഹാഡ് പ്രെഡിക്റ്റഡ് they would become, and that there is a reduction in inequalities. കുറഞ്ഞു വരും. പിന്നീട് എല്ലാവർക്കും ഒരേപോലെ വസിക്കാവുന്ന ഒരു സ്റ്റെപ്പ്, ഒരു സൊസൈറ്റി ഫോം ചെയ്യും, സോഷ്യലൈസ്ഡ് സൊസൈറ്റി ഫോം ചെയ്യുമെന്നാണ് മാർക്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നെങ്കിലും അതുപോലെ സംഭവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ വെദർ ദിസ് ഈസ് ട്രൂ ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ് ടുഡേ, ബട്ട് ഇറ്റ് ഈസ് സർട്ടൻലി നോട്ട് ട്രൂ ഓഫ് ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. വെസ്റ്റേൺ കൺട്രീസിൽ ഇത് നടപ്പാകാൻ പോകുന്നില്ല. അതുപോലെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തും മാർക്സിസ്റ്റിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ച് ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ മാർക്സിസ്റ്റ് വ്യൂ, അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് മേ ബി റെലവൻറ്റ് ടു ഡിസ്കസ് the Marxist view, as many of the critical viewpoints may be directly or indirectly derived from it. അപ്പം മിക്കവാറും ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് മാർക്സിസ്റ്റിന്റെ കാറൽ മാർക്സിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. ദ മാർക്സിസ്റ്റ് വ്യൂ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് മൊബിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലാസ് നേച്ചർ ഓഫ് സൊസൈറ്റി. അപ്പോൾ മാർക്സിസ്റ്റ് വ്യൂ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ it is true that many of the occupations today are filled on the basis of formal qualifications acquired through the education system. ഈ കാലഘട്ടങ്ങളിൽ മിക്കവാറും തൊഴിലുകളിൽ ഉദ്യോഗസ്ഥരെ എടുക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ്. acquired through the education system. However, it would be wrong to assume that all have equal access to education. പക്ഷെ എല്ലാവർക്കും ഈ എഡ്യൂക്കേഷൻ ലഭിക്കാനായിട്ടുള്ള ആ വഴികൾ അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് എല്ലാവർക്കും ഒരേപോലെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എഡ്യൂക്കേഷൻ്റെ ബേസിൽ നമ്മൾ ആളുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യത എല്ലാവർക്കും കിട്ടണില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെയുള്ള ചാൻസസ് എഡ്യൂക്കേഷനിൽ കിട്ടണില്ല. ഓർ ടു എഡ്യൂക്കേഷൻ ഓഫ് യൂണിഫോം ക്വാളിറ്റി, ഒരേ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനും എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നില്ല. അപ്പോൾ ദസ് ത്രൂ ലീഗൽ ബാരിയേഴ്സ് ടു മൊബിലിറ്റി മേ ഹാവ് ബീൻ റിമൂവ്ഡ്. അതുപോലെ തന്നെ ലീഗൽ ബാരിയേഴ്സ് ടു മൊബിലിറ്റി മേ ഹാവ് ബീൻ റിമൂവ്ഡ്. സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ദംസെൽവ്സ് പ്രൂവ് ടു ബി ബാരിയേഴ്സ് ടു മൊബിലിറ്റി. അപ്പോൾ ലീഗൽ ബാരിയേഴ്സ് ടു മൊബിലിറ്റി നമുക്ക് വേണമെങ്കിൽ മാറ്റാം, പക്ഷേ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ദംസെൽവ്സ് പ്രൂവ് ടു ബി ബാരിയേഴ്സ് ടു മൊബിലിറ്റി. മൊബിലിറ്റിക്ക് തന്നെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ആണെന്ന് ഇവിടെ. ദ മാർക്സിസ്റ്റ് വേ. At this point, it may be relevant to discuss the Marxist view, as many of the critical viewpoints may be directly or indirectly derived from it. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് മാർക്സിസ്റ്റ് വ്യൂ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് മൊബിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലാസ് നേച്ചർ ഓഫ് സൊസൈറ്റി. മാർക്സിസ്റ്റ് വ്യൂ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് മൊബിലിറ്റി അത് ബേസ് ചെയ്യുന്നത് എപ്പോഴും ക്ലാസ് നേച്ചർ ഓഫ് സൊസൈറ്റിയാണ്. രണ്ട് ക്ലാസ് ആയിട്ട് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടാണ് മാർക്സ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഒന്ന് പ്രോളിറ്റേറിയറ്റ്
തൊഴിലാളി വർഗം, മറ്റത് മുതലാളി വർഗം, ക്യാപിറ്റലിസ്റ്റുകളും അതുപോലെ പ്രോളിറ്ററേറ്റ്സ് അല്ലെങ്കിൽ ഹാവ്സ് ഓർ ഹാവ് നോട്ട്സ്, അങ്ങനെ രണ്ട് ക്ലാസ്സിനെ ആസ്പദമാക്കിയിട്ടാണ് മാർക്സ് സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. മാർക്സ് പോസ്റ്റഡ് ദാറ്റ് ആസ് എ ക്യാപിറ്റലിസം developed, there would be a tendency towards polarization. By this he means that the stratification system would come to resemble a pyramid with the masses of people bunched at the bottom. Even the intermediate groups such as the petty bourgeoisie, small landowners and others would in course of time find themselves demoted. Thus, if at all, mobility was a feature of capitalism. അപ്പോൾ ഈ രണ്ട് തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഈ നടുക്കുള്ള ആളുകൾ അതിൻ്റെ ഈ ഒരു പിരമിഡ് പോലെയാണ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. സൊസൈറ്റിൻ്റെ മോൾ തട്ടിൽ കുറച്ച് ആളുകൾ ബൂർഷോസീസ്, താഴെ ഏറ്റവും താഴ്ന്ന വർഗം, പക്ഷേ നടുക്കുള്ള ആളുകളും താഴേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ് വാസ് ഡൗൺവേർഡ്. അങ്ങനെ വരുമ്പോൾ റാദർ ദാൻ അപ്വേർഡ്, ആ മിഡിൽ പോർഷൻസിലുള്ള മിഡിൽ ഗ്രൂപ്പ് ആളുകൾ, പെറ്റി ബ്രൂഷേഴ്സ്, സ്മോൾ ലാൻഡ് ഓണേഴ്സ് അതുപോലെയുള്ള ആളുകളും താഴേക്കടയിലേക്ക് വരും. ഇറ്റ് വാസ് ഡൗൺവേർഡ് റാദർ ദാൻ അപ്വേർഡ്. ദ റിസൾട്ട് ഓഫ് ദിസ് പോളറൈസേഷൻ ആൻഡ് പോപ്പുലറൈസേഷൻ would be the overthrow of the capitalist system and the creation of socialism. അപ്പോൾ അത് ക്യാപിറ്റലിസത്തിനെ കളയാനും ഉന്മൂലനം ചെയ്യാനും സോഷ്യലിസത്തിനെ സൃഷ്ടിക്കാനും സഹായകമാകുമെന്നാണ് കാറൽ മാർക്സിൻ്റെ കാഴ്ചപ്പാട്. Therefore, from the Marxist perspective, the factors causing mobility are those that are basic to the system of capitalism, and furthermore, the opportunities for upward mobility are negligible, and the bulk of mobility is downward. In subjective factors, the foregoing discussion has been about the various objective factors affecting social mobility as seen from the different perspectives. Let us now look at the subjective factors. ഇനി കുറച്ച് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, ആത്മീകമായിട്ടുള്ള വസ്തുനിഷ്ഠപരമായിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞ് ഇനി സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിയർ വി ആർ ഒബീവിയസ്ലി ടോക്കിംഗ് അബൌട്ട് ആസ്പിറേഷൻസ് ഫോർ അപ്വേർഡ് മൊബിലിറ്റി. അപ്വേർഡ് മൊബിലിറ്റിനോടുള്ള ആ ഒരു ആസ്പിറേഷൻ, അതാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ മെനി കേസസ് ഓഫ് കോഴ്സ് മൊബിലിറ്റി ടേക്സ് പ്ലേസ് ഇൻവോളണ്ടറിലി ആസ് മെനി ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് റീറാങ്കിങ് ഓക്കുപ്പേഷൻസ്. റീറാങ്കിങ് ഓക്കുപ്പേഷൻസിൽ കൂടിയാണ് പല സമയത്തും mobility സൃഷ്ടിക്കപ്പെടുന്നത്. ബട്ട് ഗിവൺ ഇൻഡിവിജ്വൽസ് ഇൻ എ സിമിലർ പൊസിഷൻ, വാട്ട് മോട്ടിവേറ്റ്സ് വൺ ടു സ്ട്രൈവ് ഫോർ മൊബിലിറ്റി ആൻഡ് അനദർ നോട്ട് ടു? ലെറ്റ് us look therefore at some of the subjective factor of social mobility. We can assume safely that individuals usually with to be upwardly rather than downward mobility. ആളുകൾ കൂടുതലും ആഗ്രഹിക്കുന്നത് അപ്വേർഡ് മൊബിലിറ്റിയാണ്, ഡൗൺവേർഡ് മൊബിലിറ്റി അല്ല. വെബ്ലിൻസ് ബുക്ക് ദ തിയറി ഓഫ് ദ ലെഷർ ക്ലാസ് allows us to infer that where every stratification system is automatically a source of mobility. ഏത് സ്ട്രാറ്റിഫിക്കേഷൻ ഒരു സോഴ്സ് ഓഫ് മൊബിലിറ്റി ആണെന്നാണ് ഇവിടെ വെബ്ലിൻസ് ബുക്കിൽ ലെഷർ ക്ലാസ് തിയറി കൂടി വ്യക്തമാക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് എവരി ഇൻഡിവിജ്വൽ എസ്റ്റിമേറ്റ് ഓഫ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ അതേഴ്സ് എവാലുവേഷൻ ഓഫ് ദം. മറ്റുള്ളവർ തങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു അതിന് നോക്കിയിട്ടാണ് ഓരോരുത്തർ, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എങ്ങനെയാണ് തന്നെ കാണുന്നത്, അത് അവരുടെ കണ്ണുകളിൽ നല്ലതാകാനാണ് പലപ്പോഴും ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. ബട്ട് ടു റിട്ടേൺ ടു ദ മെയിൻ ആർഗ്യുമെന്റ്, വി മേ ജനറലൈസ് ബൈ സേയിങ് ദാറ്റ് wherever there exists system of values, commitment to those values will automatically generate motivation for mobility. മൊബിലിറ്റിക്ക് എപ്പോഴും മോട്ടിവേഷൻ കിട്ടുന്നത് വാല്യൂസ് ആണ്. എപ്പോഴും വാല്യൂസിൽ അടിസ്ഥാനമായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ, അതുപോലെ മർട്ടൺ ഹാസ് ഓൾസോ റിട്ടേൺ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റെഫറൻസ് ഗ്രൂപ്പ് ഇൻ ഡിറ്റർമിനിങ് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് പറയുമ്പോൾ മർട്ടൺ എപ്പോഴും ആ റെഫറൻസ് ഗ്രൂപ്പിനെ പ്രതിപാദിക്കാറുണ്ട്. എപ്പോഴും ആ റെഫറൻസ് ഗ്രൂപ്പിനെ പ്രീതിപ്പെടുത്തത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. ദിസ് പ്രോസസ് ദ ടൈം ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. The process of Sanskritization can once again be used as an example of this. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ ആണ് പ്രോസസ് ഓഫ്
പ്രോസസ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ. അത് നമ്മൾ ശ്രീനിവാസിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചതാണ് വാട്ട് ഈസ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു മൊബിലൈസേഷൻ തന്നെയാണ് കാസ്റ്റിൽ നടക്കുന്നത്. മൊബിലിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്. In the discussion so far, social mobility has been treated as a dependent variable, whereas social structure is independent one. Social structure independent. Social mobility എന്ന് പറയുന്നത് it is treated as a dependent variable. However, as the brief mention of Marx above shows, mobility or the lack of it can itself be a source of the system. ഇനി മർട്ടൻസ് വർക്ക് ഓൺ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അനോമി ഷെഡ് മോർ ലൈറ്റ് ഓൺ ദിസ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അനോമി എന്ന് പറഞ്ഞാൽ നോംലെസ്നെസ്സിൽ കൂടി ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവിടെ ആകെ കുഴപ്പങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള വാല്യൂസിന് ഇമ്പോർട്ടൻ്റ് കുറച്ചും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, നല്ലൊരു അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടാകുന്നത്. മറ്റു രീതിയിൽ പോയാൽ അത് ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് കാര്യമാകും. When a discontent with the existing system leads to change of the system, this itself will throw up new position and therefore mobility.